വളരെ ട്രെയിൻഡായ ഒരു സൈക്കോളജിസ്റ്റ്. കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടം ക്യാമ്പസിൽ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് വരെ ആയിരുന്ന ഒരാൾ. അദ്ദേഹം മനസ്സിനെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ അതിർവരമ്പുകൾ ഭേദിച്ച് അതീന്ദ്രിയ ശക്തികളെക്കുറിച്ചും അത് മനസ്സിൽ ചെലുത്തുന്ന സ്വാധീനങ്ങളെക്കുറിച്ചും പ്രേതങ്ങളെക്കുറിച്ചും പാരാനോർമൽ ആക്ടിവിറ്റീസിനെക്കുറിച്ചുമൊക്കെ പഠിക്കുന്നു, അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നു. ഡോക്ടർ വി ജോർജ് മാത്യു എന്ന സൈക്കോളജിസ്റ്റിൽ അല്ലെങ്കിൽ പാരാസൈക്കോളജിസ്റ്റിൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു പ്രധാന കൗതുകം ഇതാണ്. നമ്മുടെ ഈ ചാനലിൽ തന്നെ ഏകദേശം 120ഓളം എപ്പിസോഡുകൾ നമ്മൾ ഡോക്ടർ വി ജോർജ് മാത്യുവിനോടൊപ്പം ചെയ്തിട്ടുണ്ട്. പല വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് കുട്ടിക്കാലം മുതലേ അറിയുന്ന വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ ഇപ്പോഴും ഇത്രയേറെ സംസാരിച്ചിട്ടും ചോദിച്ച് തീരാത്ത കുറേ ചോദ്യങ്ങൾ ഇപ്പോഴും മനസ്സിലുണ്ട്. അതിൽ പലതും വളരെ ബേസിക്കായിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. അതിൽ ചിലതാണ് ഇന്ന് നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കുന്നത്. ഇനി സാർ, ഒരു വളരെ ബേസിക്കായിട്ട് എനിക്ക് കുട്ടിക്കാലം മുതലേ അറിയുന്ന ഒരാളെന്നുള്ള രീതിയിൽ സാറിനോട് ചോദിക്കാൻ തോന്നുന്ന ബേസിക് ചില ചോദ്യങ്ങളാണ്. ഒന്ന്, സാറിന് എങ്ങനെയാണ് ഈ പാരാസൈക്കോളജിയോട് താല്പര്യം തുടങ്ങുന്നത്? അത് എനിക്ക് തന്നെ ക്ലിയറായിട്ട് അറിയാൻ വയ്യ. പക്ഷേ എൻ്റെ ഒരു ഊഹം എൻ്റെ അമ്മയുടെ ഫാദർ വഴിയാണ് ആ ഒരു താല്പര്യം ഉണ്ടായത്. കാരണം എൻ്റെ മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ ഈ ഫിലോസഫിയിലൊക്കെ വളരെ താല്പര്യമായിരുന്നു. അദ്ദേഹത്തിന് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാം ഈ പല വീടുകളിലിങ്ങനെ കൂടുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലും പതിവായിട്ട് ഇങ്ങനെ ഇവരുടെ ഒരു സുഹൃത്ത് സമ്മേളനം ഉണ്ടാകും. ഒരു 5-6 പേരൊക്കെ ഉള്ളൂ. പക്ഷെ ഇവർ വന്നിരുന്ന് ചർച്ച ചെയ്യുന്നതൊക്കെ ഫിലോസഫിക്കലായിട്ടുള്ള ടോപ്പിക്സാണ്. അപ്പോൾ ഞാനും അന്ന് ഗ്രാൻഡ് ഫാദറിൻ്റെ കസേരയിൽ തന്നെയാണ് ഞാനും ഇരിക്കുന്നത്. വളരെ ചെറുതായിരുന്നു. അപ്പോൾ ഗ്രാൻഡ് ഫാദറിൻ്റെ അമ്മയുടെ സൈഡിലാണ് ഈ ഒരുപാട് സൈക്കിക് എക്സ്പീരിയൻസ് ഉള്ളത്. അത് ഗ്രാൻഡ് ഫാദറിനും കുറച്ച് കിട്ടി എന്നുള്ളതാണ്. ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്ന ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യം, അതിന് ഗ്രാൻഡ് ഫാദറിൻ്റെ വൈഫ്, അതായത് എൻ്റെ അമ്മയുടെ അമ്മ, അവരും ഒരു വിറ്റ്നസ്സാണ്. അപ്പം അന്നൊക്കെ നേരത്തെ കല്യാണം കഴിക്കും. ഗ്രാൻഡ് ഫാദർ കല്യാണം കഴിച്ചപ്പോൾ എൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് 12 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഗ്രാൻഡ് ഫാദറിന് അന്ന് 16 വയസ്സ് മറ്റേ ഉള്ളൂ. അന്ന് ഗ്രാൻഡ് ഫാദർ കോളേജിൽ പഠിക്കാനായിട്ട് മദ്രാസിലാണ് പോകുന്നത്. അന്ന് മദ്രാസിൽ പോകുകയെന്ന് വെച്ചാൽ ഇന്നത്തെ പോലെയല്ല. ഇന്നിപ്പോൾ അമേരിക്കയിൽ പോകുന്നതിനേക്കാളും പ്രയാസമാണ് അന്ന് മദ്രാസിൽ പോകുന്നത്. ഈ പോകുന്നതിന് ഒരാഴ്ച മുമ്പ് വീട്ടിൽ വലിയ ബഹളമാണ്. സമ്മന്തിപ്പൊടി ഉണ്ടാക്കുക, ഉപ്പിലിട്ടത് ഉണ്ടാക്കുക. അപ്പോൾ ഇത് വലിയ ബഹളമെല്ലാം കഴിഞ്ഞ് എല്ലാം കെട്ടിപ്പെറുക്കി അയ്മനത്തിൽ നിന്നൊരു വള്ളത്തിൽ കയറി കോട്ടയം ബസ് സ്റ്റാൻഡിലെത്തുക. പിന്നെ അവിടെ നിന്ന് ഒരു ബസ്സിൽ കയറി കൊല്ലത്തെത്തുക. പിന്നെ കൊല്ലത്ത് നിന്ന് ട്രെയിനിൽ കയറി. അക്കാലത്ത് 2-3 ദിവസം കൊണ്ടാണ് മദ്രാസിലെത്തുന്നത് ട്രെയിൻ. ഇങ്ങനെ വലിയ ബഹളമൊക്കെ കഴിഞ്ഞാണ് മദ്രാസിലെത്തുന്നത്. എത്തിയ ഉടനെ ടെലിഗ്രാം അടിക്കും, അറൈവ്ഡ് സേഫ് എന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരിക്കൽ ഗ്രാൻഡ് ഫാദർ അവധിക്ക് വന്നു. അപ്പോൾ ഗ്രാൻഡ് ഫാദറിൻ്റെ അച്ഛൻ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുകയാണ്. ഇതുപോലെ സമ്മന്തിപ്പൊടിയും പിക്കിൾസും അവലും എല്ലാം കൂടെ കെട്ടിപ്പെറുക്കി ഗ്രാൻഡ് ഫാദർ അങ്ങ് മദ്രാസിന് പോയി. മദ്രാസിലെത്തിയ ഉടനെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഫാദർ പെട്ടെന്നൊരു പനി വന്നങ്ങ് മരിച്ചു. അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു, കുട്ടപ്പൻ ഇപ്പോൾ പോയതല്ലേ ഉള്ളൂ, അവനെ അറിയിക്കണ്ട. അവൻ അടുത്ത പ്രാവശ്യം ലീവിന് വരുമ്പോൾ പറഞ്ഞാൽ മതി ഞാൻ മരിച്ചെന്നുള്ള കാര്യം. എന്നിട്ട് ഇദ്ദേഹം അങ്ങ് മരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഗ്രാൻഡ് ഫാദറിൻ്റെ ഫാദർ തന്നെ പറഞ്ഞു ഇയാളെ അറിയിക്കേണ്ടത്. അതുകൊണ്ട് ആരും കമ്പി അടിക്കാനൊന്നും പോയില്ല. അന്ന് കമ്പി അടിക്കുന്ന ഒരു മാർഗമേ ഉള്ളൂ. പക്ഷേ ഗ്രാൻഡ് ഫാദറിന് അവിടെ എത്തിയ ഉടനെ ഒരു തോന്നൽ, വീട്ടിലെന്തോ അത്യാഹിതം നടന്നു. എന്താണെന്ന് ക്ലിയറായിട്ട് മനസ്സിലായില്ല. എന്നാലും ഈ സമ്മന്തിപ്പൊടിയും ഉപ്പിലിട്ടതുമൊക്കെ അവിടെ വെച്ചിട്ട് തിരിച്ച് യാത്ര ചെയ്തു. ട്രെയിനിൽ കയറി. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കൊല്ലത്തെത്തി. കൊല്ലത്തിൽ നിന്നൊരു ബസ്സിൽ കയറി
കോട്ടയത്ത് നിന്ന് വള്ളത്തിൽ കയറി വീട്ടിലെത്തി. അപ്പോൾ അവിടെ കല്ലുമട പാലത്തിനടുത്താണ് ഈ വള്ളത്തിൽ വന്ന് ഇറങ്ങുന്നത്. അവിടെ ഇറങ്ങിയിട്ട് പിന്നെ വീട്ടിലോട്ട് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ ഒരു ബന്ധു വീടുണ്ട് ഈ ഗ്രാൻഡ് ഫാദർ വന്ന് ഇറങ്ങുന്ന സ്ഥലത്ത്. അവർക്ക് മനസ്സിലായി ഇദ്ദേഹം ഇങ്ങനെ അച്ഛൻ മരിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ അക്കാലത്ത് വരുന്ന വഴിയൊന്നും ഹോട്ടലൊന്നുമില്ല. അപ്പോൾ ഇദ്ദേഹം വിശന്നാണ് വരുന്നതെന്നറിയാം. അപ്പോൾ വീട്ടിൽ ഒരാൾ മരിച്ചാൽ പിന്നെ ഒന്നും ഉണ്ടാക്കത്തില്ല. അതുകൊണ്ട് അവർ കൈകൊട്ടി ഇദ്ദേഹത്തെ വിളിച്ച് നിർബന്ധമായിട്ട് അവിടെ പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞ് കഞ്ഞി കുടിച്ചിട്ട് പോയാൽ മതി. എന്നിട്ട് ഉടനെ അവർ കഞ്ഞി ഉണ്ടാക്കി. എന്നിട്ട് അക്കാലത്ത് പ്ലാവില കൂട്ടിയാണ് കഞ്ഞി കുടിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഈ പ്ലാവില കൂട്ടി ആദ്യത്തെ ഇത് കഞ്ഞി എടുത്തു. അപ്പോഴത്തേക്കും ഒരു കൊട്ട് കേട്ടു. അപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് അതങ്ങ് താഴെ ഇട്ടിട്ട് പറഞ്ഞ് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, എൻ്റെ അപ്പം മരിച്ചുപോയി, പെട്ടി കൂട്ടുന്ന ശബ്ദമാണ് ആ കേൾക്കുന്നത്. അക്കാലത്ത് ശവപ്പെട്ടിയൊന്നും വാങ്ങിക്കാൻ കിട്ടത്തില്ല. ഒരാൾ മരിച്ചാൽ ഉടനെ തടി അറുത്ത് വീട്ടിൽ തന്നെ പെട്ടി ഉണ്ടാക്കുകയാണ്. അപ്പോഴാണ് പുള്ളിക്ക് തന്നെ മനസ്സിലായത് അച്ഛൻ മരിച്ചു പോയെന്ന്. അതിനു മുമ്പ് എന്താണ് സംഭവിച്ചതെന്ന് പുള്ളിക്ക് അറിയാൻ വയ്യ. എന്നിട്ട് പുള്ളി നേരെ ഓടി വീട്ടിലെത്തി. അപ്പോൾ ശവമടക്കിന് പുള്ളിയും കൂടെ സംബന്ധിച്ചു. ഇപ്പോൾ അവിടെ വീട്ടിലുള്ളവർക്കെല്ലാം അതിശയം. അവരൊക്കെ ചോദിച്ച് എങ്ങനെ അറിഞ്ഞു അച്ഛൻ മരിച്ച കാര്യം. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദർ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഗ്രാൻഡ് മദറും ചോദിച്ചു, ഇവിടെ ആരും കമ്പിയൊന്നും അടിച്ചില്ലല്ലോ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു, എനിക്ക് എന്തോ ഒരു തോന്നലുണ്ടായി വീട്ടിൽ അത്യാഹിതം നടന്നു എന്ന്. അങ്ങനെ ഞാൻ വന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഗ്രാൻഡ് ഫാദറിന് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഗ്രാൻഡ് മദറിനോട് ചോദിച്ചപ്പോൾ വാസ്തവമാണ്. അപ്പോൾ ഒരു വിറ്റ്നസ്സും കൂടെ ഉണ്ട്. വേറെ പലതിനും വിറ്റ്നസ്സില്ല. സർ, നമ്മുടെ ഇപ്പോഴൊക്കെ ഈ നമ്മുടെ അതീന്ദ്രിയ ജ്ഞാനം അതും ഈ മെൻ്റൽ ഇൽനെസ്സും ഇത് തമ്മിൽ ഒരു വേർതിരിക്കപ്പെടാത്തൊരവസ്ഥയുണ്ടോ? ചിലർ മനസ്സുകൊണ്ട് എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാരായിരിക്കും, പക്ഷെ അവർ സ്വയം കരുതുന്നത് തനിക്കെന്തോ സിദ്ധിയുണ്ട് എന്നൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ സാറ് കണ്ടുമുട്ടിയിട്ടുണ്ടോ? ഇതൊരു മെൻ്റൽ ഇൽനെസ്സിനെ ഇത് വളരെ ഒരു പാരാനോർമൽ എക്സ്പീരിയൻസ് ആയിട്ട് സ്വയം തെറ്റിദ്ധരിക്കുന്ന ആൾക്കാർ. ഇതൊരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഈ മാനസിക പ്രശ്നമുള്ള, പ്രത്യേകിച്ച് സൈക്കോസിസ് ഒക്കെ ഉള്ളവർക്ക് ഈ പല തരത്തിലുള്ള ഡെല്യൂഷൻസും ഹാലൂസിനേഷൻസും ഒക്കെ ഉണ്ടാകാം. ദൈവം അവരോട് സംസാരിക്കുന്നതായിട്ടും അല്ലെങ്കിൽ അവർ തന്നെ ദൈവം ആണെന്നുള്ള ഒരു വിചാരം, ഡെല്യൂഷൻ, അല്ലെങ്കിൽ അവർക്ക് സിദ്ധിയുണ്ടെന്നുള്ള വിചാരം. ഇങ്ങനെയുള്ള എല്ലാ മാനസിക രോഗികളുമല്ല. ഈ സൈക്കോസിസ് ഉള്ള ചിലർക്കറിയാം അവർക്ക് കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് ഈ ഹാലൂസിനേഷനൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ചിലരിത് ഒരു സ്പിരിച്വലായിട്ടുള്ള ഒരു സംഗതിയാണെന്ന് തെറ്റിദ്ധരിക്കും. അങ്ങനെയുണ്ട്. പക്ഷേ ഇതിലൊരു കോംപ്ലിക്കേഷൻ വരുന്നത് ഈ പാരാസൈക്കോളജിസ്റ്റുകൾ ഈ മാനസിക രോഗമുള്ളവരെ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഇത് പാരാസൈക്കോളജി തുടങ്ങിയ കാലം തൊട്ട് ഇങ്ങനെ ചിലർ മാനസിക രോഗമുള്ളവരുടെ എക്സ്പീരിയൻസസ് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഫൈൻഡിങ് ഈ പത്തോളജിക്കൽ പോപ്പുലേഷൻ മൊത്തമായിട്ട്, അതിനകത്ത് മെൻ്റലി റിട്ടാർഡഡ്, ഓട്ടിസ്റ്റിക്, പിന്നെ ബ്രെയിൻ ഡാമേജ് വന്നവർ, ഇങ്ങനെ ഒരുപാട് കാറ്റഗറി വരും. ഇവരെല്ലാം ചേർത്താണ് പത്തോളജിക്കൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പാരാസൈക്കോളജിസ്റ്റിൻ്റെ ഫൈൻഡിങ് ഈ പാത്തോളജിക്കൽ പോപ്പുലേഷനിൽ ജെനുവിൻ സൈക്കിക് എക്സ്പീരിയൻസിൻ്റെ ഫ്രീക്വൻസി സാധാരണ ആളുകളെക്കാളും കൂടുതലാണ്. കാരണം ഈ സൈക്കോട്ടിക് എക്സ്പീരിയൻസ് എല്ലാം സൈക്കിക് അല്ല. പക്ഷേ ഈ സൈക്കിക് എക്സ്പീരിയൻസ് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് സ്റ്റഡി ചെയ്താൽ അതിൽ ജെനുവിനായിട്ടുള്ള സൈക്കിക് എക്സ്പീരിയൻസസും വരും. ഇത് സാധാരണ ഒരു സൈക്യാട്രിസ്റ്റ് ഇതൊന്നും നോട്ട് ചെയ്തിട്ടില്ല. ഇവന് വട്ടാണ്, ഇവൻ്റെ എല്ലാം തോന്നലാണെന്ന് അങ്ങ് റൈറ്റ് ഓഫ് ചെയ്യും. പക്ഷേ നമ്മൾ ആക്ച്വലായിട്ട് സ്റ്റഡി ചെയ്താൽ അങ്ങനെയല്ല എന്നുള്ളത് മനസ്സിലാവും. അതായത് ഇപ്പോൾ ഒരാൾ മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് വാർഡിൽ കിടക്കുകയാണ്.
എന്ന് വിചാരിക്കുക. അയാളുടെ ഭാര്യ മരിച്ചുപോയി എന്ന് വിചാരിക്കുക. അപ്പോൾ ഇയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് പറയുക, എനിക്ക് ഉടനെ വീട്ടിൽ പോകണം. അപ്പോൾ എന്താണ് നിനക്ക്? ഇപ്പോൾ വീട്ടിൽ എന്തോ സംഭവിച്ചിരിക്കും, അല്ല എൻ്റെ ഭാര്യ മരിച്ചു എന്ന് തന്നെ പറയും. അപ്പോൾ ഡോക്ടർ പറയും, ഇത് നിൻ്റെ തോന്നലാണ്, എത്ര പറഞ്ഞാലും വിടത്തില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ആൾ വരുന്നു, ഇയാളുടെ ഭാര്യ മരിച്ചുപോയി എന്നും പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ജെനുവിനായിട്ടുള്ള പാരാനോർമൽ എക്സ്പീരിയൻസും ഈ പാത്തോളജിക്കൽ പോപ്പുലേഷന് കൂടുതലാണ്. പക്ഷേ അടുത്ത കാലത്ത് ഈ ഓട്ടിസ്റ്റിക് കുട്ടികൾക്ക് സൈ എക്സ്പീരിയൻസ്, സൈ കപ്പാസിറ്റീസ് കൂടുതലാണെന്നുള്ളതിന് ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബ്രെയിൻ പ്രോബ്ലം വരുന്നവർക്കും, ഈ ടെമ്പറൽ ലോബ് പ്രത്യേകിച്ച്, ടെമ്പറൽ ലോബിലൊക്കെ ട്യൂമർ വരുന്നവർക്ക് അവർക്കും ESP ഒക്കെ കൂടുതലാണ്. അതുപോലെ എപ്പിലെപ്റ്റിക്സ്. അപ്പോൾ എപ്പിലെപ്റ്റിക്സിന് ഈ പലതരത്തിലുള്ള ഈ ഹാലൂസിനേഷനൊക്കെ ഉണ്ടായെന്ന് വരാം. അപ്പോൾ അതൊക്കെ സാധാരണ ഡോക്ടർമാർ ഇവരുടെ ബ്രെയിൻ ട്യൂമറിൻ്റെ ഭാഗമാണ്, അതിനകത്ത് ജെനുവിനായിട്ടൊന്നും കാണത്തില്ല എന്ന് റൈറ്റ് ഓഫ് ചെയ്യും. പക്ഷേ എപ്പിലെപ്സി ഉള്ളവർക്കും ഈ പാരാനോർമൽ എക്സ്പീരിയൻസസ് കൂടുതലാണെന്ന് ഒബ്ജക്റ്റീവായിട്ടുള്ള പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതിനൊക്കെ സൈ കൺഡ്യൂസീവ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടികൾക്കും ഈ സൈ എക്സ്പീരിയൻസസ് കൂടുതലാണ്.